ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും മാമ്യഹം നൃസിംഹമൂർത്തേ നമഃ. ഈ നരസിംഹ മന്ത്രം 101 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് വെക്കോ. 1-ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കും. നിങ്ങളുടെ നാടും പേരും കമന്റ് ബോക്സിൽ ഇട്ടാൽ മറക്കരുത്. കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമസ്കാരം. ഇന്ന് വിധികൾ നീന്താൻ പോകുന്ന ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ക്രമങ്ങളും പരീക്ഷാ രീതികളെയും പറ്റിയാണ്. SSLC മുതൽ +1 +2 പരീക്ഷയുടെ സമയമാണിപ്പോൾ. മാതാപിതാക്കളും വിദ്യാർത്ഥികളും ആത്മാർത്ഥതയോടെ സഹകരിക്കണം. മറ്റുള്ള ദുർചിന്തകളും ദുർപ്രവൃത്തികളും ദുശ്ശീലങ്ങളും മാറ്റിവെച്ച് വിദ്യയിലേക്ക് തന്നെ തിരിച്ചെത്തണം. നന്നായിട്ട് പഠിച്ചാൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഉന്നതങ്ങളിൽ നമുക്ക് എത്താൻ സാധിക്കും. തോറ്റുപോകും എന്നുള്ള ധാരണയുള്ളവർ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അപകൃത്യങ്ങളിൽ വിദ്യാർത്ഥികൾ ചെന്ന് ചാടാതിരിക്കണം. മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെയും പല രീതിയിൽ ശകാരിക്കാൻ ഇടവരാതെ അവരോട് സ്നേഹപൂർവമായിട്ട് പെരുമാറാൻ പഠിക്കണം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും സാധിക്കുന്നതോടൊപ്പം അവരുടെ യാത്ര എതിലെയാണെന്നുകൂടെ ശ്രദ്ധ രക്ഷകർത്താക്കൾക്ക് വേണം. യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചെന്ന് ചാടി കുടുങ്ങാൻ ഇടയുണ്ടാകാൻ അവസരം കൊടുക്കരുത്. ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയവർക്കായിരിക്കും 1-ാം സ്ഥാനം. ഇങ്ങനെയുള്ള പല പല പ്രവൃത്തികളുമുണ്ട്. ഈ പരീക്ഷയിൽ ജയിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രയോജനവും നല്ല ഭാവിയും കിട്ടും. ധൈര്യമായിട്ട് പരീക്ഷ എഴുതുക. ദൈവവിശ്വാസം അത്യാവശ്യമാണ്. രാവിലെ പോകുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും മാതാപിതാക്കളെ കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട് പോകാൻ മറക്കരുത്. മുതിർന്നവരെ ബഹുമാനിക്കണം. അധ്യാപകരെയും സുഹൃത്തുക്കളെയും സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവരെയും തീർച്ചയായിട്ടും ഓർത്തുകൊണ്ട് വേണം സ്കൂളിൽ പോകാൻ. എന്നാൽ നിങ്ങൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും SSLCക്കാരും +1കാരും +2 തീർച്ചയായിട്ടും ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടും. ഹിന്ദുക്കളായിട്ടുള്ള തങ്ങൾ നരസിംഹ മന്ത്രം കൊണ്ട് പൂജ ചെയ്താൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും മാമ്യഹം നൃസിംഹമൂർത്തേ നമഃ. ഈ നരസിംഹ മന്ത്രം 101 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് വെക്കോ. 1-ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കും. മുസ്ലിംസിലാണെങ്കിൽ ഫാത്തിഹ ചൊല്ലി, യാസിനോദി, റബ്ബിന്നാസും റബ്ബിൻ ഫലക്കും വള്ളാവും ചൊല്ലി വേണം സ്കൂളിലേക്ക് പോകാൻ. ക്രിസ്ത്യാനികൾ പള്ളിയിൽ 7 മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ തൊട്ടു തൊട്ടിട്ട് സ്കൂളിലേക്ക് പോകണം. ഇങ്ങനെയൊക്കെ വഴിപാടുകൾ ചെയ്യുന്നതും ദേവാലയ സന്ദർശനം നടത്തുന്നതും ദേവാലയത്തിൽ ബഹുമാനിക്കുന്നതും ദേവാലയത്തോട് ബന്ധപ്പെടുന്നതും ഏറെ ഈ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ലതായിരിക്കും എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്. നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കമന്റ് ബോക്സിലിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്കും മറ്റ് പരിഹാരങ്ങൾക്കും ദൂരീകരണങ്ങൾക്കും എല്ലാം ഈ താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും. ഫോൺ നമ്പർ 99 47 54 21 79.